ഹായ്, എന്താ പാട്? സുഖല്ലേ? അങ്ങനെ ഭരണം പോയി എന്നല്ല, ഞാൻ ജയിച്ചു നിൽക്കുന്ന കാലത്ത് പോലും ആവേശത്തോടെ പറയാത്തൊരു വാക്കാണ് ഞാനൊരു സഖാവാണ് എന്ന്. അത് ഞാൻ തോറ്റു നിൽക്കുമ്പോഴും പറയുന്നത് എന്തുകൊണ്ടാ അറിയോ? ഞാനൊരു സഖാവാ, ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ മറ്റുള്ളവരോട് ആരോടും എനിക്കൊരു വ്യക്തിവൈരാഗ്യമല്ല, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞാൻ ആരോടും തർക്കിക്കാനും പോയിട്ടില്ല. എങ്കിലും BJP-ക്കാരുടെ കുറച്ച് കാട്ടിക്കൂട്ടലുണ്ടായിരുന്നു. ഈ ഇലക്ഷന്റെ ഈ 2020 എന്നും പറഞ്ഞിട്ട് കുറച്ച് കാട്ടിക്കൂട്ടലും കുറച്ച് പട്ടിഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ഇന്നൊക്കെ ആയി മാറിയത്. എനിക്കുണ്ടല്ലോ, ഞാൻ പാലക്കാട്ട് ഇങ്ങനെ നോക്കുക ആദ്യം എങ്ങനെ ഒരു 2-3 മണിക്കൂറുണ്ടല്ലോ, പൊന്നാര ശോഭേ ഇതൊന്ന് നെട്ടിച്ചു. കാരണം എന്താ വെച്ചാൽ, എന്താ ഈ പാലക്കാട്ട്, അതും നമ്മള് പാലക്കാട് ജില്ല ആകും ചെയ്തു. അതാണ് ആകെയുള്ള ടെൻഷൻ. എങ്ങാനും വല്ല കൂടോത്രം കൊണ്ടെങ്കിലും ജയിച്ചിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജില്ല വിടേണ്ടി വരും. അമ്മായത്തെ നാണക്കടാക്കാലം. ഇതുവരെ തൃശ്ശൂർ ജില്ലക്ക് മാത്രമേ ആ പേരുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അത് പാലക്കാട് കൂടി ഏറ്റുവാങ്ങുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എന്തായാലും പടച്ചോൻ കാത്തു. ഞാനൊരു സഖാവായിട്ട് പോലും പിഷാരടി എങ്ങനെയെങ്കിലും അവിടെ ജയിച്ചനേ. കാരണം എല്ലാരും നോക്കുന്നത് 2 വ്യക്തികൾക്കാണ് ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ. പിഷാരടി, ശോഭാ സുരേന്ദ്രന് ഒരു സ്കോപ്പും ഇല്ലെങ്കിലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ദാ ശോഭ മുന്നിൽ ഇത് കേൾക്കുമ്പോ തന്നെ ഒരു നമുക്ക് എന്തൊക്കെയോ ഒരു പോലെയാണ്. പടച്ചോൻ എന്റെ ജില്ലല്ലേ എന്നുള്ള ഒരു കുറ്റബോധവും സങ്കടമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്തായാലും പടച്ചോൻ കാത്തുക്കണു. പിഷാരടി കൊണ്ടുപോയി. മൂപ്പത്തിയേര് ഈ ഇലക്ഷൻ സംബന്ധിച്ച് കുറെ ഇന്റർവ്യൂകളൊക്കെ കൊടുത്തു. ജയിച്ചാൽ ആ രാത്രി ഞാൻ ഉറങ്ങൂല. അതുകൊണ്ട് ഇന്നലെ സുഖമായി 37 ഉറങ്ങിക്കുന്നു. ബാക്കി പറ. ആ രാത്രിയിൽ ഞാൻ ആലപ്പുഴയിലെ ഒരു പക്ഷേ എന്റെ പാർട്ടി തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണമല്ലോ ഒരു ടിക്കറ്റ് തരിക. അപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ജയിച്ചതിന് ശേഷം മത്സ്യപ്രവർത്തകർക്കിടയിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, കുട്ടികൾക്ക് പുസ്തകം വാങ്ങാനില്ലാത്ത, അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നറിയാത്ത, അവരെ എങ്ങനെ ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറക്കണം എന്നറിയാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കിടയിലേക്ക് കടൽ തീരത്തുകൂടെ നടന്നു പോകണം എന്നാണ് എൻ്റെ സ്വപ്നം. വല്ലാത്തൊരു സ്വപ്നം തന്നെ ആയിട്ടാ ശോഭേച്ചി. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? നിങ്ങളിപ്പോ തോറ്റിക്കല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ആളുകളില്ലേ, ഇപ്പോഴും അവിടെ ഉണ്ട്. നിങ്ങൾ ജയിച്ചാൽ മാത്രം ഇങ്ങോട്ട് പൊട്ടിമുളക്കണതല്ല അവിടുത്തെ ദാരിദ്ര്യവും അവിടുത്തെ ഈ ആളുകളും. അത് ഇപ്പോഴും ഉണ്ട്. പോയി ചെയ്യാൻ പറ്റുമോ? പറ്റൂല അല്ലേ? അതെന്താ? അതിന് നമുക്ക് താല്പര്യമില്ല. നമുക്ക് ജയിക്കും, സീറ്റ് ഉറപ്പുണ്ടോ, നിങ്ങൾ ഇന്ന് ജയിപ്പിക്കോ, എന്നാ ഞാൻ ഇതൊക്കെയാണ് ചെയ്യാ എന്നുള്ളത്. നിങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ ഇന്ത്യ എങ്ങനെ നിങ്ങളെ രാജ്യം കിട്ടുമെന്ന് ആലോചിച്ചിട്ടാണ് നാട്ടുകാർ നടക്കുന്നത്. അപ്പോഴാണ് ഇപ്പൊ 37 ജയിച്ചിട്ട് കടൽ തീരത്ത് കൂടെ നടന്നിട്ട് അവിടുത്തെ ദാരിദ്ര്യം കാണണം. വീടിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ ഉറങ്ങാന്ന് അറിയാത്ത പോലെ മൊത്തത്തിലൊന്നാണ് കടത്തി ഉറക്കണം. വല്ലാത്ത പൂതി തന്നെ കേട്ടോ നിങ്ങൾക്ക്. എന്തൊക്കെ മറിച്ചലായിരുന്നു അല്ലേ? ഇവരുടെയൊക്കെ ഷോ കാണണം. എങ്ങനെ മറ്റേ പ്രകടനത്തിന്റെ ഒന്ന് കണ്ടോക്ക. എന്നാലും എവിടുന്നാക്കാരെ ഇത്രയും ബംഗാളികളെ പോലെ ഒപ്പിച്ചിക്കണ്? വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. അല്ലെങ്കിലും ഒരു മീഡിയക്കാരും ഇതൊന്നും സൂം ചെയ്തെടുത്തിട്ടില്ല. അതിന്റെ മെയിൻ കാരണം എന്താ അറിയോ? ഈ സൂം ചെയ്തപ്പോൾ ഈ പാൻബ്രാക്കും മറ്റേ എന്താ വേറെ സാധനം കൂടി ഇല്ലേ, തമ്പാക്കൊക്കെ പാടെ തിന്നണത് കാണാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ആന്ധ്രയിൽ നിന്നും മറ്റേ ഗുജറാത്തിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ ഇറക്കിയ മറ്റേ പാലക്കാട്ടെ പ്രവർത്തകരാ. എന്നിട്ട് ഈ പ്രവർത്തകരെ കണ്ടിട്ടാണ് 37 ജയിച്ചിട്ട് കടപ്പുറത്ത് കൂടെ നടന്നിട്ട് ദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കിയെന്ന്. മുഞ്ചിയില്ലേ? എനിക്ക് ആകെയുള്ളൊരു സമാധാനം അതായിരുന്നു. പക്ഷെ സമാധാനക്കേട് പിന്നെ അപ്പുറത്തു കൂടി ഉണ്ടല്ലോ. അതും കൂടി ഒന്ന് കാണാം, ഒന്ന് കണ്ടോക്കാം. വോട്ട് ചോദിച്ച് ഒരു വീട്ടിൽ ഞാൻ പോയ സമയത്ത് അടുത്തുള്ളൊരു വീട്ടിൽ മരണം ഉണ്ടായെന്ന് അറിയുകയും, അവിടെ നമുക്ക് മരണം ഉണ്ടാവുമ്പം നമ്മുടെ പ്രോട്ടോക്കോളിൽ നമ്മൾ അവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ, ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ പോലും മാക്സിമം എത്താറുണ്ട്. ചില സമയത്ത് എത്താൻ പറ്റാത്തത് അടുത്ത ദിവസം കവർ ചെയ്യാറുണ്ട്. ഇതറിഞ്ഞ സമയത്ത് ഞാൻ അവിടെ പോയപ്പം കുറച്ചു നേരം ഞാൻ അച്ഛനെ നോക്കിയിരുന്ന് തിരിച്ചു നടന്നപ്പം അവിടുത്തെ അവരുടെ മകള് ചേച്ചിയോട് പറഞ്ഞത്, 9-ാം തീയതി ആവാൻ വേണ്ടിയിട്ട് അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു, മോൾക്ക് വേണ്ടിയിട്ടൊരു വോട്ട് തരാൻ. അതിവിടെ നിന്നും ചർച്ചയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് അച്ഛൻ പോയി എന്ന് പറഞ്ഞു. എന്താല്ലേ സംഭവം? എന്താ അറിയോ?
അച്ഛനെ കൊണ്ടുപോകാൻ വന്ന കാലന് കാര്യം മനസ്സിലായിക്കണു. നിന്നിട്ട് കാര്യമൊന്നുമില്ല, അത് തോൽക്കാനുള്ളതാണ്, ഇങ്ങോട്ട് പോരാ പറഞ്ഞിട്ട് അച്ഛനായിട്ട് പോയി എന്നപ്പ പറയണത്. ഈ അച്ഛൻ ചിലപ്പോ സ്വർഗത്തിൽ ഇരുന്നിട്ട് താഴത്തേക്ക് നോക്കി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇതും കൂടി ചെയ്തിക്കുകയാണെങ്കിൽ അതിന്റെ പാപം കൂടി ഇച്ച് കിട്ടിയെന്നല്ലോ, കഴിച്ചിലായി ഞാൻ. ആ ഒരു നാണക്കേടുന്ന അച്ഛൻ കഴിച്ചിലായി എന്നുള്ളത് അച്ഛനും വിചാരിച്ചിപ്പോ സമാധാനിക്കാം അല്ലേ, ബാക്കി തള്ള. അത്രയും പ്രായമുള്ള ഒരു അച്ഛൻ എനിക്ക് വേണ്ടി ദിനങ്ങൾ എണ്ണി കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൊത്തം തൃപ്പൂണിത്തുറ നാട് എനിക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ അഭിനയം കൊണ്ട് നടക്കും. അത്രയും നാട് ഓൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്റെ അഭിനയം കണ്ടിട്ടാവൂല. അത്രയും നല്ല പൊതുപ്രവർത്തനമൊക്കെ ചെയ്ത് പരിചയമുള്ള ഒരാളായിരുന്നു. എന്ത് ചെയ്യാ, തൃക്കാക്കരക്കാർക്ക് നഷ്ടപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു മുതലിന് ഇപ്പൊ ചാക്കിയില്ല, ചാക്കച്ചോളിയില്ല, ചാക്കക്കുരുവില്ല, ആകപ്പാടുള്ളത് ഗ്യാസാ. അതങ്ങനെ വളിയിട്ട് ഒഴിവാക്കും വേണ്ടി വരും. അതന്നെ ഇപ്പൊ BJP-ക്കാരുടെ അവസ്ഥ. എന്തായാലും മെയ് 4-ാം തീയതിക്ക് ഇവര് കുറച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. എന്താന്നല്ലേ, ഇതാ കണ്ടോ. 4-ാം തീയതി ഇപ്പൊ പടക്കം വാങ്ങാൻ പോയ ചേട്ടൻ ആരാണോ ആ കട മൊത്തം വാങ്ങിച്ചോണ്ട് വരണം, കാരണം നമുക്ക് വിജയിക്കാനുള്ള. ഓക്കെ, അപ്പൊ 4-ാം തീയതി കാണാം, 4-ാം തീയതി കഴിഞ്ഞ് കാണാം. കോൺഫിഡന്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ആരോ പടക്കം വാങ്ങാൻ പോയി, അപ്പൊ കേട്ടോ പിന്നെ 4-ാം തീയതിക്ക് അത് മുഴുവൻ കൊണ്ട് വാങ്ങിയിട്ട് വരും കെട്ടില് നമുക്ക് ഇരുന്ന് പൊട്ടിച്ചുള്ളതാന്നാ പറഞ്ഞത്. ഈ പൊട്ടും എന്ന് പറഞ്ഞത് പടക്കല്ല, ഇയ്യായിരുന്നു, അത് പൊട്ടി. നാട്ടുകാരെ നന്ദിയുണ്ട്. ഇനി അടുത്തൊരു തള്ളു നിങ്ങക്ക് കാണണം, ഇതാ കണ്ടോ. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തിട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേയുള്ളു, എപ്പോഴും പറയുന്ന ഡയലോഗ്. ഒക്കെ രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്, ഇവിടെ മന്ത്രിയാവുന്ന. ഞാൻ ചെറുപ്പത്തിലെ കഥ കേട്ടോ പറയണേ. പിന്നെ അത് തുടർച്ചയായിട്ട് അച്ഛൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മന്ത്രിയാവും, എന്നെ കളിയാക്കുക അച്ഛൻ. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിച്ച അച്ഛൻ അതൊരു മാനിഫെസ്റ്റേഷൻ പോലെ ചെയ്തത് കൊണ്ടാണോ, ഉള്ളിൽ അത്രയും എവിടെയെങ്കിലും അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, ഇതൊന്നും ഞങ്ങൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇത് വന്നപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നേ. അപ്പൊ ഞാൻ പിന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തു, ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനിപ്പോ ഇതിൽ നിൽപ്പുണ്ട്. ആ അച്ഛപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ആ അച്ഛൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ജീവിതത്തിൽ ആകെപ്പാട് എൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധം എന്താ അറിയോ, ഞാൻ ഇവളെടുത്ത് ഇത് പറഞ്ഞത്. മനസ്സിലായോ? ഇത് ഓളെടുത്ത് പറഞ്ഞു എന്ന് മാത്രല്ല, അത് ഓള് മീഡിയയിലും കയറിയിരുന്ന് പറഞ്ഞു. ഇപ്പൊ തോറ്റിട്ട് ഇതായി ഇരിക്കണു. എന്ത്, അച്ഛൻ തോളത്ത് കൈയൊട്ടിയിട്ട് പറഞ്ഞു ഇജ് മന്ത്രിയാകാനുള്ളതാണ്. ഇജ് മന്ത്രിയാകാനുള്ള ആളല്ലായിരുന്നു, ഇജ് തോറ്റ MLA ആകാനുള്ള ആളായിരുന്നു. അതെനിക്കറിയോ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇതാ ചെയ്യാൻ വന്നപ്പോൾ പോലും ജനങ്ങൾ ഒരുപാട് സപ്പോർട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അത് മാത്രം അൺപ്രഡിക്റ്റബിൾ ആണ്. അത് നമ്മൾ പറയുന്നതേ ശരിയല്ല. അത് ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളും ഈശ്വരനും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അത് മെയ് 4-ന് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഞാനും അതുകൊണ്ട് ഒന്നും മനസ്സിലൊരു പ്രഡിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല. എത്ര കിട്ടുന്നോ അത്രയും ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നല്ലേ അർത്ഥം. അത്രേ ഉള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? അതോൾക്ക് അപ്പൊ പറയാൻ പറ്റൂല. പിന്നെ ഓന്റെ ചോദ്യം എന്താ, ജനങ്ങൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കുറച്ച് ആളുകൾക്കുണ്ട് എന്തറിയോ, വെറുതെ എന്തെങ്കിലും 4 ആള് ഒപ്പം നിന്ന് ഒരു സെൽഫി എടുക്കുക, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ 1-2 വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ ആ നാടിനെ ഭരിക്കാനുള്ള അധികാരം ഇവർക്ക് കിട്ടിയെന്നുള്ളത്. അതും കണ്ടും കൊണ്ട് വന്നതാ BJP-യിലേക്ക്. നേരെ വീണത് ചാണക്കുയിക്ക. ഇപ്പൊ എന്തായി? ഇനിയിപ്പോ അവിടുന്ന് ആരെങ്കിലും എടുത്ത് നിങ്ങളൊക്കെ എഗ്ഗൂല. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിലും കണക്കാണ്, ജീവിതത്തിലും കണക്കാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്തൊക്കെ തരം തള്ളായിരുന്നു ഇവളൊക്കെ. പിന്നെ അത് പിന്നെ നമുക്ക് ഇനി എന്താ പറയാ, ആവേശം തലക്ക് പിടിച്ചിട്ട് ബുദ്ധി മറിഞ്ഞതാണെന്നേലും വിചാരിക്കാം. പക്ഷെ വേറൊരുത്തണ്ടായിരുന്നു, വേറെ ഒരുത്തനല്ല, 2 പേര്. ആരാണെന്നല്ലേ കണ്ട. നമ്മൾ നാടിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നാട് നന്നായി കാണണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. ഞാൻ ഈ മണ്ഡലത്തിലെ ആളല്ല, പക്ഷെ ഞാൻ ഈ മണ്ഡലത്തിൽ വന്ന് ഞാൻ ഇവിടെ താമസിച്ചാതെ എനിക്ക് ഇനി ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി ഇന്ററാക്ട് ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു മാതൃക മണ്ഡലമാക്കാനാണ് എന്റെ. മണ്ഡലം എന്തെങ്കിലും വേണ്ടേ? എന്നിട്ട് പോരെ മണ്ഡലാക്കല്. ബുദ്ധിന്ന് പറയുന്ന ഒരു സാധനമല്ല. എങ്ങനെ ഈ ചെങ്ങായിയൊക്കെ ബിഗ് ബോസിലെത്തിയെന്ന് ഒരു പിടുത്തമല്ല. ഇപ്പോഴും ഓൻ വിചാരിക്കണത് ഓൻ പ്രധാനമന്ത്രിയെക്കാട്ടിലും മുകളിലെ ആളാണ്. എന്നിട്ട് ഓൻ പറയണേ, ഞാൻ ജയിച്ചപ്പോഴെ എന്തായാലും കുണ്ട്രയില് ഫാസ്റ്റ് പേരും കിട്ടിയോ എനിക്ക് നിൽക്കേണ്ട മണ്ഡലത്തിന്റെ. കുണ്ട്രയില് പിന്നെ ഞാൻ കൊണ്ടുവരും പ്രധാനമന്ത്രി വോക്ക് ധൈര്യമായിട്ട് പറഞ്ഞോന്ന് പറഞ്ഞോളൂ. കാരണം പ്രധാനമന്ത്രിക്ക് ഏറെക്കുറെ മലയാളികളുടെ ഒരു ഐഡിയ അറിയാം. അതുകൊണ്ട് ആ ഒരു ധാരണ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആരാച്ചെങ്കിൽ പറഞ്ഞോളി, എവിടേക്കാച്ചാൽ ഞാൻ വരാം, ഒരു മാറ്റമില്ലാന്ന് നമ്മളെ പ്രധാനമന്ത്രിയും പറഞ്ഞു.
കാരണം പ്രധാനമന്ത്രിക്ക് അറിയാം എവിടേക്കും പോണ്ടി വരൂലെന്ന്. അതെന്തായാലും അങ്ങനെ ജീറ്റിപ്പോയി. അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, എന്നിട്ട് പോലും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പമ്പ പ്രസംഗമായിരുന്നു. കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കണ്ടോ? നിങ്ങളെല്ലാവരും എന്റെ അമ്മയുടെ ഹെൽത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ എന്താ പറയാ, 2026 ഇന്ന് ഏപ്രിൽ 3-ാം തീയതിയാണ്. ഇന്ന് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള കിരൺജി ഇവിടെ വരെയാണ്. 2026 മെയ് 4-ാം തീയതി നമ്മൾ വിജയിച്ചതിന് ശേഷം 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി കുത്രയുടെ മണ്ഡലത്തിന് കാലുകുത്തിയിരിക്കും. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഓൻ കൊടുത്ത വാക്കാണ്. എന്തായാലും പ്രധാനമന്ത്രി സ്വയം മനസ്സിൽ ആ കൊടുത്ത വാക്കിന്റെ കൂടെ തന്നെ വിചാരിച്ചത് ഇപ്പൊ നടന്നിട്ടുമുണ്ടാവും. കുണ്ട്രയില് ഇനിയിപ്പൊ ഇജ്ജ് കാലെത്തൂല, പിന്നെയല്ല ഇപ്പൊ പ്രധാനമന്ത്രി. നാട്ടുകാര് അപ്പൊ തന്നെ കപ്പൽ കയറ്റിയില്ലേ? അന്റെ പൊട്ടം കളി കണ്ട് ഇജ്ജൊക്കെ ബിഗ് ബോസിൽ വോട്ട് ചെന്നുക്കണെന്ന് പറഞ്ഞിട്ട് ഇജ്ജ് നാട്ടിലിറങ്ങി നാട് നന്നാക്കി ഇറങ്ങിക്ക. എന്ത് ക്വാളിറ്റിയാനൊക്കെ കയ്യിലുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് BJP, 2 ഇജ്ജൊക്കെ നാട് നന്നാക്കാൻ ഇറങ്ങിക്ക. ഓന്റെ സ്വപ്നമായ നല്ലൊരു ഇന്ത്യ ഓന് കുണ്ട്രയിൽ ഉണ്ടാക്കാൻ പോയതാ. കേക്കണങ്ങള്, കുണ്ട്രക്കാരെന്ത് ചെയ്തു? നേരെ എടുത്തിട്ട് എന്നാ വിട്ട വണ്ടി കുട്ടിയായിരുന്നു പറഞ്ഞയച്ചു. അതന്നെ അതിനുള്ള മറുപടി. പിന്നെ ഇപ്പൊ വേറെന്താ, ഇവനൊക്കെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയെന്ന് ഓർമ്മ ഉണ്ടോ നമുക്ക്? ഒരു വാളും പിടിച്ചിട്ടാ ഇപ്പൊ UP നിൽക്കണമെന്ന എന്റെ വിചാരം. കേരള മലയാളികളുടെ മുമ്പിലാണ് അവന് വാളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഹേയ് എന്താ പോലെ ചോരത്തിളപ്പ് ഒക്കെ കഴിഞ്ഞില്ലേ? മെയ് 4-ാം തീയതി വരെ എന്തൊക്കെ തള്ളും പ്രതീക്ഷയായിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ? ആടപടലം മൂഞ്ചി അല്ലേ? ഇതൊന്നും അല്ല ടിസ്റ്റിന്റെ ആള് വേറെയാണ്. ആ ആളെ ഞാൻ അവസാനം വെച്ചത് എന്തിനാ അറിയോ? അതൊരു സുഖമുള്ള ഏർപ്പാടാ. ആരാറിയില്ലേ? കണ്ടോ? നിയോജക മണ്ഡലം NDA പിടിച്ചെടുത്തിരിക്കും. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നും ഇവിടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. മെയ് 4-ാം തീയതിക്ക് ഇനി എത്ര ദിവസം ഉണ്ടാവും അല്ലേ? ഇന്ന് മെയ് 5 ആയിട്ടുള്ളൂ. ഏത് മെയ് 4-ാം തീയതി ഒന്നും പറഞ്ഞിട്ടില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മെയ് 4-ാം തീയതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കൊല്ലം ഉണ്ടല്ലോ മെയ് 4-ാം തീയതി അല്ലേ? ഇനിയിപ്പോ BJPക്കാരും നിർത്തൂലല്ലോ. ഈ ചെങ്ങായി ഉണ്ടല്ലോ, ഈ ചെങ്ങായിയുടെ പൊട്ടത്തരം എന്താന്ന് ഞാൻ പറയട്ടെ. ഇവൻ ജനം TVക്ക് ഒരു പ്രോഗ്രാമിന് പോവുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിക്ക് ജനം TVക്ക് വിളിക്കുക എന്ന് പറയുന്നത് എന്നെ ജനം TVക്ക് പേടിയായിരുന്നു. അങ്ങനെ നിന്നിന്ന് ഒരു കാലഘട്ടവും സമയവും ഇവനിക്ക് ഉണ്ടായിരുന്നു. ആളുകളൊക്കെ ഇവന്റെ എന്താ പറയാ നാക്ക് കൊണ്ടുള്ള പരിപാടി കൊണ്ട് ഭയങ്കര കൈയടിച്ചിരുന്നു. ആ ജനം TV ആണ് ഇന്ന് ഇവനെ വാഴ്ത്തുന്നത്. അന്ന് ഒരിക്കൽ ഇവനെ പേടി സ്വപ്നമായിരുന്നു. എന്ത്? ഇവനക്ക് കാര്യങ്ങൾ ഈസിയായി പറയായിരുന്നു. ഇന്ന് ഓനിക്ക് ആ നാക്കില്ലാത്തത് എന്താ അറിയോ? ഇന്ന് പറയാനൊന്നുമില്ല എന്നുള്ളതാ. ഇപ്പൊ ഓനും പറയുന്നുണ്ടല്ലോ ഗാന്ധിജി ഓട്ടർഷ അടിച്ചിട്ടാ മരിച്ചിരിക്കണെന്നുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇവൻ നോമിനേഷൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചിറങ്ങിയിട്ട് അന്ന് മുതൽ ഈ ചങ്ങായി ജനം TV മാത്രമേ കണ്ടിക്കണ്. ആ ജനം TV മാത്രം ഇപ്പം കാണുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? ഇവൻ സ്വയം വിചാരിക്കാണ് എന്ത്, ഞാൻ ഉറപ്പിച്ചു ഇതാ ഈ ഇപ്പൊ MLA നാളെ മുഖ്യമന്ത്രി. ഇതും നമ്പിയിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഇവനിക്ക് വേറെ ഏതെങ്കിലും ഒരു ചാനൽ ഇട്ട് നോക്കിയാൽ മതിയായിരുന്നു. എന്നാൽ ഏറെക്കുറെയൊക്കെ എന്തെങ്കിലും മനസ്സിലായിരുന്നു. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെ കൊണ്ട് ഞാനിതാ വിജയിച്ചു പോണു എന്ന് പറയിപ്പിച്ചാൻ വേണ്ടി നിന്നതാ. അരുൺകുമാറിന് പോലെ പേര് പറയാൻ തന്നെ അതിൽ സ്കോപ്പില്ല. എന്നിട്ടും അത്രയും കഷ്ടപ്പെട്ടല്ലെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പറഞ്ഞു. എന്ത്? 3-ാം സ്ഥാനത്താണ് കിടക്കുന്നത്. അതായത് ഈ കണ്ട ഇലക്ഷനിൽ ഏറ്റവും വോട്ട് കമ്മിയുള്ള ഒരു ചങ്ങായിയാണ് ഈ ചങ്ങായി. എന്നിട്ടും തള്ളിനൊരു കുറവുണ്ടായിരുന്നില്ല. ഇതാവൻ്റെ അടുത്ത വീഡിയോ ഒന്ന് കണ്ട. ലക്ഷത്തോളം ഭൂരിപക്ഷം കിട്ടുമെന്ന് അവിടെ 50 കിട്ടി. അത് TM പ്രതാപൻ ആയിരുന്നെന്ന് കരുതിയിട്ട് 2 ലക്ഷം പറഞ്ഞു. TM പ്രതാപനായിരുന്നു 2 ലക്ഷം കിട്ടിയതാണ്. കെ മുരളീധരൻ 10 കൊണ്ടാണ് ആ ഭൂരിപക്ഷം കുറഞ്ഞതെന്നാ പുള്ളി പിന്നീട് പറഞ്ഞത്. അതേ കണക്ക് ഞാൻ ദാ ഇവിടെ പറയുന്നു. ഞാനീ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ BJP എവിടെ ഇരിക്കാനാ? തൃക്കാക്കരല്ല BJP വിശ്വസിക്കും, പുറത്തുള്ള BJP വിശ്വസിക്കത്തില്ല, ഒരു മീഡിയ വിശ്വസിക്കത്തില്ല, പലരും തർക്കിക്കും. ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമില്ല, ഞാൻ തോക്കുമെങ്കിൽ തോക്കുമെന്ന് പറയുന്ന ആളാണ്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത സത്യം, ആൾക്കാരുടെ ഫീലിങ്സ്, ആൾക്കാരെന്താണ് ആഗ്രഹിക്കുന്നത്, അതായത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അതിശക്തമായി ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഞാൻ കണ്ടത്. അത് സംഭവിച്ചിരിക്കും. അതായത് തൃക്കാക്കരക്കാര് പോലെ മനസ്സ് ഇപ്പൊ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കണ്ടുത്രേ, അതിനൊക്കെ കിടക്കുണ്ടായിരുന്നേ ഇവലെ മനസ്സ്. ആ മനസ്സ് വന്ന് എടുത്തു നോക്കിയപ്പോ അതിനകത്ത് കണ്ട എന്താ അറിയോ?
തൃക്കാക്കരക്കാർ എന്തോ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അവസാനം മെയ് 4-ാം തീയതി വന്നപ്പോഴാണ് ആ ചേഞ്ച് ഇവനായിരുന്നു എന്നുള്ളത് ഇവനിക്ക് തന്നെ വൃത്തം കിട്ടിയത്. കാരണം ഇവനെ അവിടുന്ന് ഒഴിവാക്കണമെന്നായിരുന്നു ആ മനസ്സിൽ, ആ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കടന്ന് മനസ്സിലെ മുഴുവൻ. പക്ഷെ അത് ഈ പൊട്ടന് മനസ്സിലായിട്ടില്ല. അതിപ്പോൾ ഇന്നലെ എനിക്ക് മനസ്സിലായത്. എന്തുമാതിരി തള്ളായി ചങ്ങായി തള്ളണല്ലേ. ഇതിൽ എന്താ സംഭവം എന്നറിയില്ല. ഈ പാർട്ടിക്ക് പോയാക്കണ ഏത് ബുദ്ധിമാനും ശരി അങ്ങോട്ട് പൊട്ടനാവുള്ളൂ. വല്ലാത്തൊരു പാർട്ടി തന്നെ. ഇതിന് വല്ല ഗുളിക മരുന്ന് പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഒരു തള്ളും കൂടിയും കാണാം. പറ സംഭവിച്ചിരിക്കും. ഞാൻ കുറച്ച് ഭൂരിപക്ഷം പറയാം. അല്ല, ഭൂരിപക്ഷം കൂടി പറയാം. ഇപ്പഴല്ല, ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാലേ ഉള്ളൂ. കുറച്ചുകൂടി ഓൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഭൂരിപക്ഷം പറയാന്നാ പറയണത്. ഇന്നിപ്പോ മെയ് 5-ാം തീയതി ആയിട്ടല്ലേ ഉള്ളൂ. ഓ മെയ് 4-ാം തീയതി ഓൻ പറയുള്ളൂ. 4-ാം തീയതി അറിയുള്ളൂ അല്ലെ. ഈ മണ്ടനെ 24 ഒന്ന് ഊക്കിന്നു. വല്ലാത്തൊരു ഊക്കായി അത്. ഈ ചങ്ങായി കുഞ്ഞ് എങ്ങനെയാ പുറത്തു കൂടെ ഇറങ്ങി നടക്കുക. എന്തായാലും ഒന്ന് കണ്ടോക്കാം. ആകെ ഞാൻ ഉറപ്പ് ജയിക്കുന്ന ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. ആരാ? അഖിൽ മാരാർ ജയിക്കുന്ന ഉറപ്പിച്ച് പറയുന്നത് ഒറ്റ സ്ഥാനത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും അറിയാം നോക്കുന്നു. അഖിൽ മാരാർ പറയുന്നത് അതാണ് സത്യം. പുള്ളിക്കാരൻ ബിഗ് ബോസിന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. സംഭവം എന്താ അറിയോ, ബിഗ് ബോസിൽ ഓന്റെ കുറച്ച് കാര്യങ്ങള് പറഞ്ഞ മാതിരിയാണ് ഫലിച്ചു. എന്ത് ഓൻ അവിടെ ഈ കപ്പ് ഞാൻ തന്നെ കൊണ്ടുപോകുന്നു. ഓൻ കപ്പ് കൊണ്ടുപോയി. പിന്നെ ബിഗ് ബോസിൽ എല്ലാവരും ഓനിക്ക് വേണ്ടി വോട്ട് ചെയ്തപ്പോൾ SMS അയച്ച് ഓനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഓൻ വിചാരിച്ചത് എന്താ അറിയോ, ഇതേ പരിപാടി എവിടെയും നടക്കണെന്ന്. എന്നിട്ട് ആ വോട്ടിന് ഇറങ്ങിയതാ മോന് ഇപ്പൊ ജയിക്കുന്നുള്ളത്. ഇവനെ പറയുന്ന നിലപാടിന്റെ രാജകുമാരനാ. അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇവൻ പറഞ്ഞാൽ എന്താ അറിയോ, ബിഗ് ബോസ് എന്ന പരിപാടിയിലേക്ക് ഞാൻ പോകേണ്ടി വന്നാല് അതിലും നല്ലത് ലുലുമാളിന്റെ മുമ്പ് പോയിട്ട് തുണി അയച്ചിട്ട് നടക്കുന്നതാണെന്ന്. അത്രയും ബിഗ് ബോസ് എന്ന പരിപാടി തരം താന്നൊരു പരിപാടിയാണെന്ന്. ആരാ പറയണേ? നിലപാടിന്റെ രാജകുമാരൻ അഖിൽ മാരാർ. പിന്നെ ഓൻ പറഞ്ഞ എന്താ അറിയോ, ഞാൻ ഏത് പാർട്ടിക്ക് പോയാലും, അല്ല ഇനി സ്വതന്ത്രനായി നിന്ന് മത്സരിക്കേണ്ടി വന്നാലും BJPക്ക് അഖിൽ മാരാർ പോകൂല. ആരാ പറയുന്ന അറിയോ? നിലപാടിന്റെ രാജകുമാരൻ. എന്നിട്ട് ഇതൊന്നും സംഭവിച്ചില്ല. എങ്ങനെ? ഓ ബിഗ് ബോസുക്കും പോയില്ല, എന്താ പറയാ BJPക്കും പോയിട്ടില്ല. ഓ അങ്ങനെ എന്താ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുക. കേൾക്കണങ്ങള് വല്ലാത്തൊരു സംഭവം തന്നെ ഈ ചങ്ങായി. ഇന്നൊരു റിസൾട്ടൊക്കെ വന്നപ്പോ എവിടെ അറിയോ, അതായിരിക്കും വലിയ ടിസ്റ്റ്. ഇതാ കണ്ടോ. അപ്പൊ എല്ലാവരും ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും. റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഞങ്ങളും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. എന്താ സൈക്കിൾ വന്നുള്ള ചെറിയല്ലേ. ഇവൾക്കൊരു ഇടങ്ങേറും ഇല്ല കേട്ടോ. ഓലിപ്പോഴും ഭയങ്കര ഹാപ്പിയാ. ആ മുഖത്തെ എഴുതി വെച്ചിക്കണല്ലോ. ഓ നേരെ ഹോസ്പിറ്റലിൽ പോയിരുന്നിക്ക പെണ്ണുങ്ങളെ അടുത്ത്. എന്തിനെ? ഓൻ അത്ര വലിയ ഹാപ്പിയിലാണോ നിക്കണ അറിയിച്ചാൻ വേണ്ടിയിട്ട്. വിശേഷിക്കണ മണി അതിന്റെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ ഓസ്കാർ കൊടുക്കണ്ട അഭിനയ. ഇജാതി തള്ളും തള്ളിയിട്ട് തോൽക്കും ചെയ്തിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ വന്ന് ഇളിക്കാം. ഇങ്ങളെ കൊണ്ടേ കജ്ജുള്ളൂ. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? കേരളം എടുക്കല്ലേ ഞങ്ങള് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു സഖാവായിട്ട് പോലും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സമാധാനം സന്തോഷം തന്നതാ. ഇവറ്റകള് കൂടുതലൊന്നും പൊന്തിയില്ലാന്ന്. എന്നാലും 2-3 പൊന്തി. ആ ഒരു കാര്യം തന്നെ. അതിനിപ്പോ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു പിടുത്തമല്ല. സഹിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോ ബൈ.